യെസ്, അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് പണ്ടത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് മറ്റേ ഫ്ലാഷ് ബാക്ക് പോലെ പോകാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ അല്ലേ? നമസ്കാരം, എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡയന സുമൻ. നമ്മളോടൊപ്പം CA ജെയ്സൺ മണ്ഡപത്തിലാണുള്ളത്. ഈസ് ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. വെൽക്കം ജെയ്സൺ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം അതിൽ ഒരുപാട് വാർത്തകളൊക്കെ ഇപ്പോൾ വരികയാണ്. നമുക്കിപ്പോൾ വാറ്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണമല്ലോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പോകേണ്ടത്. കാരണം ഇപ്പോൾ ലൈക്ക് വി വർ ഡിസ്കസിങ് ബിഫോർ ദ ഷോ, വാറ്റ് ഹെൽത്ത് ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. വലിയ വലിയ ബിസിനസ്സുകൾക്ക് വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം എന്തായാലും വാറ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് വിശദമായി പറയുന്നതിൻ്റെ ഇടയിൽ ലെറ്റ് മീ ആസ്ക് യു, ഇപ്പോൾ വാറ്റിൽ വന്നിട്ടുള്ള ഫൈൻസിന് എന്താണ്ട് വേവർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇസ് ഇറ്റ് ട്രൂ? യെസ്, ഇവിടെ വാറ്റിന് വന്ന ഫൈൻസിന്റെ അല്ല, മറിച്ച് കോർപ്പറേറ്റ് ടാക്സിന് വന്ന ഫൈനിന്റെ വേവർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക് ദി FTA ആൻഡ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അവരൊരു പെനൽറ്റി വേവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ഫോർ കോർപ്പറേറ്റ് ടാക്സ് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് 10,000 ദിർഹംസ് പെനൽറ്റി അടിച്ചവർക്ക് ഒരു റിലീഫായിട്ട് വരുന്നുണ്ട്. ദേ ആർ സെയിങ് പെനൽറ്റി വേവ് ഓഫ് ചെയ്തു തരാം, പക്ഷെ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഫ്രീ ആയിട്ട് അങ്ങ് വേവ് ചെയ്ത് കൊടുക്കുന്നില്ല, മറിച്ച് ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ഫോർ ദിസ്. ഇതിൽ ചില കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഇവർക്ക് 10,000 അടിച്ചിട്ടുണ്ടെങ്കിൽ എനി സോർട്ട് ഓഫ് ടാക്സബിൾ പേഴ്സൺ, അത് LLC ആവാം, നാച്ചുറൽ പേഴ്സൺ ആവാം, സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസസ് ആവും, വലിയ കമ്പനി ആവും, എനി കമ്പനി ഓർ എനി ടാക്സബിൾ പേഴ്സൺ ഹു ഹാസ് ഗോട്ട് ദിസ് 10,000 dirhams penalty if they are filing their tax return. ഏത് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ അവർ 7 മാസത്തിനുള്ളിൽ ഇഫ് ദേ ആർ ഫയലിംഗ്, ദെൻ ദേ വിൽ ഗെറ്റ് ദിസ് 10,000 dirhams waived off. ഈ 7 മാസം എന്ന് പറയുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന 7 മാസം ഉള്ളിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ജനുവരി ടു ഡിസംബർ ഇയർ എൻഡ് ഫോളോ ചെയ്യുന്ന ഒരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 months, അതായത് ജൂലൈക്ക് മുന്നേ ബിഫോർ ജൂലൈ എൻഡ്സ്, ഇഫ് ദേ ഡു ദെയർ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ്, they will get this 10,000 dirhams penalty waived off. അതപ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. ഓഫ് കോഴ്സ്, കാരണം കുറെ പേർക്ക് ഇത് രജിസ്ട്രേഷന്റെ കാര്യം ചെയ്തു വരാൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടാവും, ഓർ പീപ്പിൾ വുഡ് ഹാവ് സ്റ്റിൽ ബീങ് അവെയർ ഓഫ് ദിസ്. ആൻഡ് ഓൾസോ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചില എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ പല ഓൺടർപ്രണേഴ്സും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് മാലപ്പടക്കം പോലെ പല പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈസൻസ് ഒക്കെ തുറന്നു വെച്ചിട്ട് അപ്പോൾ അതിലൊക്കെയാണ് പലർക്കും ഈ ഫൈൻ വന്നിട്ടുള്ളത്. എന്തായാലും ദാറ്റ്സ് ഗുഡ് ന്യൂസ് ടു ഹിയർ അല്ലേ? എന്തായാലും അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീച്ച് ഔട്ട് ടു CA ജെയ്സൺ മണ്ഡപത്തിൽ ഡയറക്ട്ലി. അതിനുവേണ്ടിയിട്ടുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 056-693-6999. ദാറ്റ്സ് ഹിസ് നമ്പർ ടു കോൾ ആൻഡ് വാട്സ്ആപ്പ്. ഡയറക്ട്ലി തന്നെ കോൺടാക്ട് ചെയ്യാം. ഇല്ല എങ്കിൽ ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിലൂടെ സർവീസസും നേടാവുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ ബിസിനസ് ഹെൽത്ത് ചെക്കപ്പ് ആയിരുന്നു അല്ലേ? അപ്പോൾ ബിസിനസ് ഹെൽത്ത് ചെക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വാറ്റ് ഹെൽത്ത് ചെക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആ ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? ഓഫ് കോഴ്സ്, നമ്മളിപ്പം പറഞ്ഞതുപോലെ ലാസ്റ്റ് എപ്പിസോഡ് വെൻ വി സ്പോക്ക് അബൌട്ട് ബിസിനസ് ഹെൽത്ത് ചെക്ക്, ഒരു ഓവറോൾ ബിസിനസ് ലെവലിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഒരു പാഴ്ചകൾ, എന്തൊക്കെയായിരിക്കും നമ്മുടെ ലീക്കേജുകൾ, എന്തൊക്കെയായിരിക്കും നമുക്ക് അസുഖങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് ടൈംലി ഐഡൻറ്റിഫൈ ചെയ്ത് ടൈംലി തന്നെ അതിന് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാനായിരുന്നു. But now, rather than talking about the entire business level, നമുക്കൊരു കംപ്ലയൻസ് ലെവലിലോട്ടൊന്ന് താഴാം. ആൻഡ് ആദ്യത്തെ ഒരു കംപ്ലയൻസ് ലെവലിൽ ലെറ്റ് us talk about വാറ്റ് ഹെൽത്ത് ചെക്ക്. അപ്പോൾ വാറ്റ് ഹെൽത്ത് ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പീരിയോഡിക് ചെക്കിങ് ഓൺ ആർ വാറ്റ് കംപ്ലയൻസസ്. നമ്മൾ കൃത്യമായിട്ട് ഫയലിംഗ് ചെയ്യുന്നുണ്ടോ, ടൈമിലി തന്നെ നമുക്ക് ഫയൽ ചെയ്യുന്നുണ്ടോ, വേറെ പെനൽറ്റി ഒന്നും വരാതെ ഇരിക്കണം. ഫയൽ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കൃത്യമുള്ള ഡേറ്റ ആണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ വാറ്റി കാണിക്കുന്ന സാധനമാണ് നമ്മൾ ബുക്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഓൾ ദീസ് ബിറ്റ്സ് ആൻഡ് പീസസ് വി ഹാവ് ടു ടേക്ക് പ്ലേസ്. അത് മാത്രമല്ല, ചില കോംപ്ലക്സ് ട്രാൻസാക്ഷൻസിൽ കയറുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ, 5% ആണോ, 0% ആണോ, ഔട്ട് ഓഫ് സ്കോപ്പ് ആണോ, ഇതെല്ലാം കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷൻ ലെവൽ നമുക്ക് നോക്കി ഒന്ന് വെരിഫൈ ചെയ്ത് we will have to make sure ഒരു നോൺ കംപ്ലയൻസ് ഇന്റെ സാധ്യത ഇല്ലാതെ വരുത്താൻ. അതിനകത്ത് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാമോ? ഷുവർ. സ്റ്റെപ്പ് 1 itself നമുക്ക് വരേണ്ടത് നമ്മുടെ വാറ്റ് റിട്ടേൺസ്, ഇതുവരെ ചെയ്തുള്ള വാറ്റ് റിട്ടേൺസ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യേണ്ടി വരും.
ഫസ്റ്റ് തിങ് ഇസ് ഇതുവരെ ചെയ്തതെല്ലാം നമുക്ക് എടുത്തിട്ട് ലെറ്റ് us റിവ്യൂ ഇറ്റ് വൺ ബൈ വൺ. സേ ഒരു പ്രാക്ടിക്കൽ ലെവലിലോട്ട് നീങ്ങുവാണെങ്കിൽ എല്ലാ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടന്റ്മാർക്ക് വാട്ട് ദേ ക്യാൻ ഡു ഇസ് ലാസ്റ്റ് 2 quarters അല്ലെങ്കിൽ ലാസ്റ്റ് 4 quarters വരെ അവരുടെ വാറ്റ് റിട്ടേൺസ് എല്ലാം എടുത്ത് ഓരോ ട്രാൻസാക്ഷൻസ് ഒന്ന് നോക്കുക. എവിടെയെങ്കിലും ഇവർക്ക് ഡൗട്ട് വരുന്നുണ്ടോ, എവിടെയെങ്കിലും അവർക്ക് ക്ലാരിറ്റി കുറവുണ്ടോ, ഓർ വേർ എവർ ദേ ആർ നോട്ട് ഷുവർ ഓഫ് ഇറ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് പോകണം. അവർ കൃത്യമായിട്ടാണോ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ക്ലെയിം ചെയ്തേക്കുന്നത്, കൃത്യമായിട്ടാണോ ഡോക്യുമെന്റ് ഓർ ഡേറ്റ്സ് ഒക്കെ ഇട്ടേക്കുന്നത്, എന്തെങ്കിലും ഇവിടെ അവിടെ മാറിപ്പോയിട്ടുണ്ടോ, ഷുഡ് ബി ഡെഫിനറ്റ്ലി ലുക്ക്ഡ് ഇൻടു. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് വി വിൽ ഹാവ് ടു ലുക്ക് ഇൻ ടു ദ വാറ്റ് റിട്ടേൺസ്. അത് മാത്രമല്ല രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വാറ്റ് റിട്ടേണിൽ കാണിച്ച സെയിൽ എമൗണ്ട് ആണോ നമ്മുടെ ബുക്സിലും കാണിച്ചേക്കുന്നത്. ചില ബിസിനസ് ഓണേഴ്സ് ചില അക്കൗണ്ടന്റ്മാർ ദേ ഡോണ്ട് ഡു ദിസ് റിക്കൺസിലേഷൻ. ചിലപ്പം ബുക്സിൽ നോക്കുവാണെങ്കിൽ 100 രൂപയുടെ സെയിൽ ഉണ്ടാവും, പക്ഷെ വാറ്റ് റിട്ടേണിൽ നോക്കുവാണെങ്കിൽ ചിലപ്പം 80 രൂപയുടെ സെയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഈ 20 രൂപ എവിടെ പോയി, അത് കൃത്യമായിട്ട് റിക്കൺസിലിയേഷൻ ചെയ്ത് വെച്ചിരിക്കണം. മറിച്ച് കൃത്യമായിട്ട് ഇവർ ഇൻപുട്ട് ഓർ വാറ്റ് ഔട്ട്പുട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കൃത്യം ERP ഉപയോഗിച്ച് പോകുന്നുള്ളൊരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ERPയിൽ തന്നെ ഒരു ഇൻപുട്ട് ലെഡ്ജർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെഡ്ജർ എന്നൊരു ഫങ്ഷണാലിറ്റി ഉണ്ടാവും. ആ ഇൻപുട്ട് ലെഡ്ജറും ഔട്ട്പുട്ട് ലെഡ്ജറും എടുത്ത് നോക്കുവാണെങ്കിൽ അത് തന്നെയാണോ എൻ്റെ വാറ്റ് റിട്ടേൺസിൽ റിഫ്ലക്റ്റ് ആയി വരുന്നതെന്നും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ബിക്കോസ് ഞാൻ FTAക്ക് ഗവൺമെന്റിന് കൊടുത്ത ഡേറ്റ എൻ്റെ ബുക്സുമായിട്ട് കൃത്യമായിട്ട് മാച്ച് ആണോ എന്ന് നോക്കണം. വെറും മാച്ച് അല്ല, ഞാൻ എടുത്ത് കാണിച്ചത് കറക്റ്റ് ആണോ എന്നും നോക്കണം. ആൻഡ് ലിറ്റിൽ മോർ കോംപ്ലെക്സ് തിങ്സ് ആർ, ചില പാർട്ടിക്ക് കുറേ രീതി ഇമ്പോർട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇമ്പോർട്ട്സിൻ്റെ കേസ് വരുമ്പോൾ ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒക്കെ കൃത്യമായിട്ട് പാസ് ചെയ്തിട്ടുണ്ടോ, മറിച്ച് അതിൻ്റെ ഡോക്യുമെന്റ്സും നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നും കൃത്യമായിട്ടൊന്ന് നോക്കണം. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വൺ വെരി കോമൺ തിങ് ദാറ്റ് ഷുഡ് ബി ചെക്ക്ഡ് ഇസ് ദ ടാക്സ് ഇൻവോയ്സസ്. കാരണം FTA ഹാസ് പ്രിസ്ക്രൈബ്ഡ് ബേസിക് റിക്വയർമെന്റ്സ് ഫോർ എ ടാക്സ് ഇൻവോയ്സ്. ആ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് ഇവരുടെ ടാക്സ് ഇൻവോയ്സ് ഫോർമാറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടാക്സ് ഇൻവോയ്സിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് ദ ഹെഡർ ഷുഡ് ബി ടാക്സ് ഇൻവോയ്സ് ഇറ്റ്സെൽഫ്. വെറും ഇൻവോയ്സ് അല്ല, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് എന്നല്ല, ഇറ്റ് ഷുഡ് ബി ടാക്സ് ഇൻവോയ്സ്. ആൻഡ് ദെൻ അതർ റിക്വയർമെന്റ്സ് ലൈക്ക് സപ്ലയറുടെ TRN, കസ്റ്റമറുടെ TRN, ഇൻവോയ്സ് ഡേറ്റ്, ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി റേറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വി ഷുഡ് ഫോളോ വാട്ട് ദി ചില കേസസിൽ ഇപ്പോൾ ഒരു ക്ലയന്റ് വാറ്റ് TRN നമ്പർ പ്രൊവൈഡ് ചെയ്യാണ്ട് തന്നെ ഇൻവോയ്സ് ചെയ്യുന്ന കേസസ് ഉണ്ടാവുമല്ലോ സെയിൽ നടക്കുന്ന മൊമെന്റിൽ. അപ്പോൾ അവിടെ empty ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ അതൊക്കെ പണി കിട്ടുമോ? ഇതിപ്പം സെയിൽ ചെയ്യുന്ന ആള്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ആള്, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ആസ്ക് ദി കസ്റ്റമർ ടു പ്രൊവൈഡ് ദെയർ TRN. ബട്ട് ഇൻ കേസ് ചില കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ലായിരിക്കാം, ദേ മൈറ്റ് നോട്ട് ബി എ വാറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ ദേ മൈറ്റ് ഹാവ് മിസ് ടു ഗിവ് ഇറ്റ്. എന്നാലുണ്ടെങ്കിലും ദേ ക്യാൻ ലീവ് ഇറ്റ് ആസ് എ ബ്ലാങ്ക് ഓവർ ദർ. ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓർ വാട്ട് ഈസ് മാൻഡേറ്ററിലി റിക്വയർഡ് ഇസ് നമ്മുടെ സ്വന്തം TRN അതിലുണ്ടോ അത് മിസ്സാവാൻ പാടില്ല എന്നുള്ളൂ. ആൻഡ് വാട്ട് ആർ ദ കോമൺ വാറ്റ് മിസ്റ്റേക്സ് യു ഹാവ് സീൻ? എന്തൊക്കെയായിരിക്കും? ഓക്കെ, I mean, കൃത്യമായിട്ട് പറയുവാണെങ്കിൽ there's a lot of mistakes to be pointed out. കാരണം everyone is learning. There's a lot of misunderstandings, especially that തുടക്കകാലത്തിലൊക്കെ നല്ല രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ certain common issues, or if I have to say top 5 issues would be, the most common thing will be wrong VAT treatment. Wrong VAT treatment എന്ന് പറയുമ്പോൾ we have 2 types of or 2 percentages of VAT. 0%ഉം 5%ഉം. മറിച്ച് ഇതല്ലാതെ ഇച്ചിരി ടെക്നിക്കൽ ആയിട്ട് വിൽ ഹാവ് ടു ഗോ ഡീപ്പർ. വെറും 0ഉം 5% അല്ല, നമുക്ക് ചില കാറ്റഗറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് റേറ്റഡ് സെയിൽസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ, 0 റേറ്റഡ് സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ, ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ കൂടെ പറഞ്ഞു പോണേത്, നമുക്ക് കേൾക്കുമ്പോൾ കാറ്റിലൂടെ എന്തൊക്കെയോ പോകുന്ന പോലെ ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ 5% ചാർജ് ചെയ്യുന്ന കൂടുതൽ ലോക്കൽ ട്രാൻസാക്ഷൻസ് ആയിരിക്കും. 0 റേറ്റഡിലോട്ട് പോവുകയാണെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഐ കൻ ഗിവ് ഇസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. ഞാനൊരു ഐറ്റം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഗുഡ്സ് ആവാം, or it can be export of services as well. അപ്പോൾ അതിൻ്റെ കൃത്യം റിക്വയർമെന്റ്സ് വിൽ ഹാവ് ടു ഗോ ത്രൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വെറും എക്സ്പോർട്ട് ചെയ്ത കാര്യമില്ല, മറിച്ച് ഐ ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഡോക്യുമെന്റ്സ് ടു സേ ദാറ്റ് ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചാലേ എനിക്ക് 0 റേറ്റഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദർ ഇസ് ഓൾസോ കോൺസെപ്റ്റ് ഓഫ് ഔട്ട് ഓഫ് സ്കോപ്പ്. അപ്പോൾ ഈ ഔട്ട് ഓഫ് സ്കോപ്പും 0 റേറ്റഡ് തമ്മിൽ നോക്കുവാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും രണ്ടും 0 വാറ്റ് അല്ലേ എന്ന്.
സീറോ വാറ്റ് തന്നെയാണ്, ബട്ട് ഇറ്റ്സ് ട്രീറ്റ്മെന്റ് ഓർ ദി ലീഗാലിറ്റി ഓഫ് ഇറ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഔട്ട് ഓഫ് സ്കോപ്പിൻ്റെ ഒരു എക്സാമ്പിൾ തരുവാണെങ്കിൽ ടോട്ടലി ഔട്ട് ഓഫ് ദി സ്കോപ്പ് ഓഫ് യു എ വാറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ യു എയിൽ നിന്നിരുന്ന് US ഒരു സാധനം വാങ്ങിച്ച് നേരിട്ട് ചൈനയ്ക്ക് വിൽക്കുന്നു, യു എ ടച്ച് ചെയ്യാതെ. ദിസ് ഇസ് എ വെരി ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ആൻ ഔട്ട് ഓഫ് സ്കോപ്പ് ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടെ അതൊരു ടാക്സബിൾ ഐറ്റമേ അല്ല, ഇറ്റ് ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ദ സ്കോപ്പ്, വിച്ച് മീൻസ് ഇറ്റ്സ് നോട്ട് ഈവൻ എലിജിബിൾ ഫോർ 0%, ഇറ്റ് ഇസ് ജസ്റ്റ് ഔട്ട് ഓഫ് ദ സ്കോപ്പ് ഓഫ് VAT. അപ്പോൾ ആ ഒരു ലോജിക്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് നമ്മൾ വാറ്റ് ഫയലിംഗ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ എത്രയാണ് പറഞ്ഞു കൊടുക്കണം, വാറ്റ് എമൗണ്ട് പറയണം. എൻ്റെ വാറ്റ് റിട്ടേണിൽ തന്നെ സീറോ റേറ്റഡ് സപ്ലൈസ് എത്ര ഉണ്ടെന്ന് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം, എക്സാംപ്റ്റ് സപ്ലൈ എത്ര ഉണ്ടെന്ന് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. മറിച്ച് ദർ ഇസ് വൺ ഐറ്റം ദാറ്റ് ഇസ് നോട്ട് being asked in the VAT return, and if you guessed it right, it is out of scope, because it is out of the scope itself. Yes, true. But ennalum idu out of scope aanengilum they have to keep a track of all these separately. Karanam naale FT oru chodyam choicha they will say ningade standard rated kaanikka, zero rated kaanikka, exempt kaanikka, out of scope um separate kaanikka. VAT return il illengilum we have to maintain it separately with us. Appo adum I will have to give it. So കൃത്യമായിട്ട് ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇസ് വെരി 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 ഇംപെറേറ്റീവ്. ആൻഡ് ഈ വാറ്റ് എക്സെംപ്റ്റ് ഐറ്റം കൂടെ ഒരു എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം പറയാമോ? എക്സെംപ്റ്റ് കേസസ് ഇപ്പം വെരി കോമൺ എക്സാമ്പിൾ വിൽ ബി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ they will be able to connect a little more to this exempt supply in this example. അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇഫ് യു ബിൽഡ് റെസിഡൻഷ്യൽ ടവർ, for the first 3 years നിങ്ങൾ കസ്റ്റമേഴ്സിന് ഇത് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ you will give it as a zero rated invoice for the first 3 years of your residential building. After the first 3 years it will now be treated as an exempt supply. ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ സീറോ റേറ്റഡ് ആയി ഇരിക്കുന്ന ടൈമിൽ എനിക്ക് ഇതിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് വാറ്റബിൾ എക്സ്പെൻസസ് വരില്ലേ, അതെനിക്ക് വാറ്റ് ക്ലെയിം ചെയ്യാം. മറിച്ച് എക്സെംപ്റ്റ് സപ്ലൈയുടെ കാറ്റഗറിയിലോട്ട് നീങ്ങുവാണെങ്കിൽ എനിക്ക് ആ വാറ്റ് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും സീറോ റേറ്റഡ് വാറ്റ് 0% വാറ്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ കോൺസിക്വൻസസ് രണ്ടും രണ്ടാണ്. സോ ദീസ് ബിറ്റ്സ് ഓൾസോ ഹാവ് ടു ബി കെയർഫുള്ളി ലുക്ക്ഡ് ഇൻടു ആൻഡ് കെയർഫുള്ളി സബ്മിറ്റഡ് ഇൻ യുവർ ടാക്സ് റിട്ടേൺ ആസ് വെൽ. അടുത്തത് എന്താണ് മറ്റൊരു മിസ്റ്റേക്ക്? രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് വരുവാണെങ്കിൽ എ വെരി കോമൺ ഇഷ്യൂ, ലോട്ട് ഓഫ് പീപ്പിൾ മൈ നോട്ട് പുട്ട് what do you say, a thought into it is ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യേണ്ടത് ഇസ് വെരി ക്രൂഷ്യൽ. വെറും റിവേഴ്സ് ചാർജ് മെക്കാനിസം റിട്ടേണിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, മറിച്ച് ഇറ്റ് ഹാസ് ടു ബി റിഫ്ലക്റ്റഡ് ഇൻ മൈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് വെൽ. ഞാനൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ ഇൻപുട്ടും ഔട്ട്പുട്ട് റിവേഴ്സ് ചാർജ് ജേർണൽ എൻട്രീസും ബുക്സിൽ കയറി വരണം. ദോ ഇറ്റ് മൈറ്റ് നോട്ട് ഹാവ് എനി ഫൈനാൻഷ്യൽ എഫക്ട്. ഇതിനൊരു ഫൈനാൻഷ്യൽ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം അത് നെറ്റ് ഓഫ് ആയി പോകും. ബട്ട് ആ ഒരു ഡിസ്ക്ലോഷർ, ആ ഒരു റെക്കോർഡ് keeping should be maintained in the books of accounts. അതുമല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പം say you're a company and you are importing a service. ഗുഡ്സ് മാറ്റി വിട്ടിട്ട് ഒരു സർവീസിനെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ യു വിൽ ബി വണ്ടറിങ് ഹൗ ആം ഐ ഇമ്പോർട്ടിങ് എ സർവീസ്. എക്സാമ്പിൾ കോൾ സെന്റർ സർവീസ്, പ്രോബബ്ലി കോൾ സെന്റർ സർവീസ് ആവാം. ദാറ്റ് ഇസ് ഗുഡ്. ഇറ്റ്സ് ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ വിച്ച് ദി ഓഡിയൻസ് ക്യാൻ കണക്ട് വിത്ത് ദിസ്. ഇപ്പം സേ ഫേസ്ബുക്കിൽ നിന്ന് എനിക്കൊരു ബില്ല് കിട്ടുക, കാരണം അവരുടെ ഓൺലൈൻ ക്യാമ്പയിങ് ഒക്കെ ചെയ്തു. ആ ഇൻവോയ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഫ്രം US ആയിരിക്കാം ആ ഇൻവോയ്സ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ ഫ്രം ആൻ ഔട്ട്സൈഡ് കൺട്രി യു ആർ ഗെറ്റിംഗ് എൻ ഇൻവോയ്സ്. ആ സിറ്റുവേഷൻ ഇറ്റ് വിൽ ബി ആൻ ഇമ്പോർട്ട് ഓഫ് സർവീസ്. കുറെ പേര് ഇത് നമ്മുടെ RCM സെക്ഷനിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എൻ്റെ വാറ്റ് റിട്ടേണിൽ. ഇറ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദി അതർ ഹാൻഡ്. ഇങ്ങനത്തെ ഇമ്പോർട്ട് ഓഫ് സർവീസ് കേസസും വരുമ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ വാറ്റ് റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആൻ ഇഷ്യൂ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഒരു വാറ്റ് ഇമ്പാക്ട് ഉണ്ടോ ഇതിൽ? വാറ്റ് ഇമ്പാക്ട് വരുന്നില്ല, മറിച്ച് ഒരു ഡിസ്ക്ലോഷർ ഇമ്പാക്ട്. അതായത് ഗവൺമെന്റിന് കൃത്യമായിട്ട് ഡേറ്റ കളക്ഷൻ തെറ്റിപ്പോയാൽ ഇറ്റ് ഇസ് സ്റ്റിൽ ആൻ ഒഫൻസ് ടു ദം. അപ്പോൾ അതൊരു കംപ്ലൈൻസ് ഇഷ്യൂ വെറുതെ മാറും. അത് മാറ്റാതിരിക്കണം ഡെഫിനറ്റ്ലി. വേറൊരു പോയിന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എ വെരി കോമൺ തിങ് പീപ്പിൾ ഡു ഇസ് നമ്മുടെ പേഴ്സണൽ ചെലവുകളൊക്കെ കമ്പനിയിൽ ബുക്ക് ചെയ്ത് ആ ബില്ലിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള വാറ്റ് ഇൻപുട്ട് നമ്മൾ ക്ലെയിം ചെയ്യാറുണ്ട്. നമ്മുടെ ലഞ്ച് ടീ കോഫി പല പല പേരിൽ വെച്ചിട്ട് നമ്മൾ എന്തായാലും ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി വെരി അലാമിങ് സിറ്റുവേഷൻ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചോദ്യം വന്നാൽ
കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റ് കാണിച്ച് കൊടുക്കുവാണെങ്കിൽ അത് ഇഫ് ദേ പിക്ക് ഇറ്റ് ഔട്ട്, അവർ പറയുവാണ് ഇതൊരു പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ബിസിനസ് എക്സ്പെൻഡിച്ചർ അല്ല, ഇറ്റ് ഈസ് നോട്ട് ക്വാളിഫൈങ് ഫോർ വാറ്റ് ഇൻപുട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ തീർച്ചയായും ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വി ഹാവ് ടു അവോയ്ഡ്. ഈ കാറ്റഗറിയിലാണോ ഇപ്പോൾ ഒരു ഓണറുടെ വണ്ടി ഇല്ലെങ്കിൽ അത് ഫ്യൂവൽ എക്സ്പെൻസസ് അതൊക്കെ വരുന്ന ഈ കാറ്റഗറി വരുമോ? യെസ്, കൃത്യം. ഐ മീൻ യു ഹിറ്റ് ദ സ്പോട്ട് ഓവർ ദർ ഡെഫിനറ്റ്ലി. കാരണം എ വെരി കോമൺ പ്രാക്ടീസ് അഗൈൻ ഇസ് നമ്മുടെ സ്വന്തം വണ്ടി, ഓണറുടെ സ്വന്തം വണ്ടി കമ്പനിയിൽ കാണിച്ച് അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് വരുന്ന ചെലവുകളെല്ലാം നമ്മൾ ബുക്സിൽ കാണിച്ചിട്ട് അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള വാറ്റും നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. മറിച്ച് വാറ്റ് ലോയിൽ സ്ട്രിക്ട്ലി പറയുന്നുണ്ട്, if any item, if it belongs to a personal expense or if there is a vehicle that is available for personal usage, അതിന്റെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഏത് വാറ്റ് ഇൻപുട്ടും എടുക്കാൻ പാടില്ല എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് പണ്ടത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് മറ്റേ ഫ്ലാഷ് ബാക്ക് പോലെ പോകാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ അല്ലേ? ജസ്റ്റ് ഒരു സെക്കൻഡ് എക്സാമ്പിൾ തരുവാണെങ്കിൽ, ഇഫ് ഐ ഹാവ് ടു കമ്പയർ ബിറ്റ്വീൻ കോർപ്പറേറ്റ് ടാക്സ് ആൻഡ് VAT, കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ക്ലയന്റ് വന്നു ആൻഡ് നമ്മൾ ക്ലയന്റിനെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പുറത്തു പോകുന്നു, ലഞ്ച് ഡിന്നർ ഒക്കെ കൊടുക്കുന്നു, ഹോട്ടൽ അക്കോമഡേഷൻ എല്ലാം കൊടുക്കുന്നു, ആൻഡ് ഓൾ ദോസ് എക്സ്പെൻസസ് എൻ്റെ ബുക്സിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ടേഷൻ പോയിന്റ് വരുമ്പോൾ എനിക്ക് 50% ഓഫ് ദാറ്റ് എക്സ്പെൻസസ് ഓൺലി അലൗഡ്, ബാക്കി 50% ഐ വിൽ ആഡ് ഇറ്റ് ബാക്ക് ടു മൈ പ്രോഫിറ്റ് ആൻഡ് വിൽ ഹാവ് ടു കമ്പ്യൂട്ട് ടാക്സ്. VAT-ൽ വരുമ്പോൾ they are saying if there is any expense which has entertainment in nature, you should not claim VAT against it എന്ന് കൃത്യമായിട്ട് അവരും പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി ലഞ്ച് ഡിന്നറൊക്കെ ഞാൻ സ്പോൺസർ ചെയ്ത് കുടുംബത്തേക്കും ഓഫീസ് പാർട്ടീസിൻ്റെ അവിടെ നമുക്ക് ചെറിയ പണി വരാൻ നല്ല സാധ്യതയുണ്ട്. ഇറ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ് നിങ്ങൾ എന്ത് ടൈപ്പാണ്. ഇഫ് യു ആർ സെയിങ് ദാറ്റ് ദിസ് ഈസ് ട്രെയിനിങ് സെഷൻ, കോൺഫറൻസ് സെഷൻ ഫോർ ദി എംപ്ലോയീസ് ആൻഡ് എവറിത്തിങ്, ഡെഫിനറ്റ്ലി അതൊരു ബിസിനസ് പർപ്പസ് ആയിട്ട് മാറ്റി എനിക്ക് എടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഏത് ഹെഡിലാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് ഓർ ഹൗ യു ആർ ജസ്റ്റിഫൈങ് ഇറ്റ് വിൽ ഓൾസോ മാറ്റർ. ജസ്റ്റ് ടു റീസ്റ്റേറ്റ് ആൻ ഓൾഡ് പോയിന്റ്, ഞാൻ സ്റ്റാഫിന് വേണ്ടി ചിലവാക്കുന്ന ഏത് എക്സ്പെൻസ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ 100% ദേ ആർ അലൗവിങ് ഇറ്റ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ആൻ എന്റർടൈൻമെന്റ് എക്സ്പെൻസ്. Entertaining your staff, it is fully allowed for corporate tax point of view. VAT point of view ലോട്ട് വരുവാണെങ്കിൽ we will have to carefully look into ഇവരെങ്ങനെയാണ് ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത്, what is the justification for this, and then decide whether we should claim it or not. Another common issue or another big issue is we've noticed that a lot of businesses, കുറേ owners അല്ലെങ്കിൽ കുറേ അക്കൗണ്ടന്റ്മാർ ഒരു പ്രാക്ടീസ് അവർ ചെയ്യുന്നില്ല. That practice is none other than FTA VAT audit file മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ ക്വാർട്ടർ നമ്മൾ VAT ഫയലിംഗ് ചെയ്യുമ്പോൾ വാറ്റ് ഫയലിംഗ് വെറുമൊരു നേരെ റിട്ടേണിൽ കയറി ഫിഗേഴ്സ് അടിച്ചു കയറ്റി, അതായത് ഡയറക്റ്റ്ലി എൻ്റെ ERP-ന്ന് ഫിഗേഴ്സ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് റിട്ടേണിൽ അടിച്ചു കയറ്റിയാൽ പോരാ, മറിച്ച് സെപ്പറേറ്റ് ഒരു എക്സൽ ഫയൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു സമ്മറി ഫയൽ വേറെ ഓരോ കാറ്റഗറിയിലുള്ള ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കണം. സ്റ്റാൻഡേർഡ് റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റിൽ ഏതൊക്കെ ലൈൻ ബൈ ലൈൻ ട്രാൻസാക്ഷൻസ് ഐ ഹാവ് ടു മെയിൻറ്റെയിൻ. അടുത്ത ഷീറ്റിൽ എനിക്ക് സീറോ റേറ്റ് എക്സ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്പോർട്സിൻ്റെ ലൈൻ ബൈ ലൈൻ ട്രാൻസാക്ഷൻ സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യണം, വിച്ച് ഷുഡ് മാച്ച് വിത്ത് മൈ വാറ്റ് റിട്ടേൺ. ആൻഡ് ഇതിൻ്റെ എല്ലാം സപ്പോർട്ടിങ്സും എൻ്റെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ മുന്നേ പറഞ്ഞൊരു പോയിന്റാണ് incorrect invoice format. Even today we still find a lot of instances where VAT in the invoice format is not in line with FTA requirements. ചിലപ്പം കുറേ സ്ഥലത്ത് amount in words ഒക്കെ ഉണ്ടാവില്ലായിരിക്കാം, there might be quantity into rate കാണിക്കില്ലായിരിക്കാം, item wise VAT ചിലപ്പം കാണിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇതെല്ലാം നമുക്കൊരു നോൺ കംപ്ലയൻസ് തന്നെയാണ്. For small businesses or small shops, they have a simplified VAT filing VAT invoice approach. Simplified VAT invoice ആണെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം വരുന്നില്ല. മറിച്ച് ബാക്കി പൊതുവെ എല്ലാ ബിസിനസ്സിന് they have to follow the full requirement of FTA. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ റിസ്കിയാണ്. ഇതൊക്കെ ശരിക്കും പിടിക്കപ്പെടുന്നുണ്ടോ? ഇങ്ങനത്തെ പിടിക്കപ്പെടുന്നുണ്ട് നല്ല രീതി. ഇപ്പം there are mystery shoppers. Mystery shopping എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് someone in disguise will go to a shop, എന്നിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് ഇവർക്ക് ബില്ല് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ബില്ല് കിട്ടിയില്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ അവർക്ക് ഫൈൻ എഴുതി കൊടുക്കും. ഇറ്റ്സ് ലൈക്ക് an undercover, ഒരു CID ഫംഗ്ഷൻ, ഈ സിനിമയെ കാണുന്ന പോലെ.
അപ്പോൾ ബില്ല് കൊടുത്തില്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാം. ബില്ല് വേണോ എന്ന് ചോദിച്ചാലും ഇഷ്യൂ ഉണ്ടാവാം അല്ലേ? ബില്ല് വേണമെന്നല്ല, ചോദിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മളെടുത്ത് കൊടുക്കണം നിർബന്ധമായിട്ട്. ഓണർ ഷുഡ് take the bill and give it to them. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തില്ലെങ്കിൽ that is their issue, but that record has to be maintained. And ഇവർ ബില്ല് കിട്ടിയാലും ബില്ലിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് നോക്കണം. നമുക്ക് എന്തെങ്കിലും ഡേറ്റ മിസ്സിംഗ് ആണോ, ഇവരുടെ ഹെഡർ ഒക്കെ തെറ്റാണോ, ഇവരുടെ വാറ്റ് നമ്പർ തെറ്റിയാണോ എഴുതിയേക്കുന്നത്, ഇവരുടെ അഡ്രസ്സും ഇതെല്ലാം കറക്റ്റ് ആണോ, ഓരോ ഐറ്റമിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വാറ്റ് ട്രീറ്റ്മെന്റ് ഇവർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് ടു കണക്ട് വിത്ത് പീപ്പിൾ ഇസ്, നിങ്ങളൊരു സേ ലുലു അല്ലെങ്കിൽ കാരിഫോറിൽ പോയി കുറേ ഐറ്റംസ് വാങ്ങിച്ചു കരുതാം, നിങ്ങൾക്ക് വലിയൊരു ബില്ല് കിട്ടും. ഓരോ ഐറ്റമിന്റെ അഗേൻസ്റ്റ് ആയിട്ട് യു വിൽ സി 5% വാറ്റ് എത്രയാ, 0% ആണോ 5% ആണോ, ഓരോ ലൈൻ ഐറ്റമിന്റെ അഗേൻസ്റ്റ് ആയിട്ട് തന്നെ കാണും. അപ്പോൾ അതായിട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് ഓവർ ദാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായേക്കൊന്നും അറിയാമല്ലോ. അപ്പം ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷനും കൂടെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ബില്ല് കൊടുക്കാത്ത കാര്യം പല ആളുകൾക്ക് ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും ടു എൻഷുർ ദാറ്റ് യു ആർ കംപ്ലയൻറ്റ്, പണി കിട്ടാണ്ടിരിക്കാൻ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാട്ട് പീപ്പിൾ ഹാവ് ടു ഡു ഇസ് മേക്ക് ഷുവർ ദാറ്റ് ഇവർ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും അവരുടെ ബുക്സ് പ്രകാരമുള്ള ഫിഗേഴ്സും രണ്ടും ഒന്നല്ലേ എന്ന് ആദ്യം ഉറപ്പായിട്ട് ദേ ഹാവ് ടു be sure on that itself. അപ്പോൾ making a reconciliation between your VAT return and your financial statements every quarter is mandatory. Mandatory എന്ന് വെച്ചാൽ ആർക്കും കൊടുക്കാനല്ല, നിങ്ങൾക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നാളെ ഒരു ചോദ്യം വരുമ്പോൾ FTA ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മന്ത് ബൈ മന്ത് നിങ്ങളുടെ സിസ്റ്റമുള്ള TB വേഴ്സസ് VAT റിട്ടേൺ ഫയൽ ചെയ്ത ഫിഗറുമായിട്ട് ഒരു റിക്കൺസിലിയേഷൻ തരാൻ. അപ്പോൾ അറ്റ് എനി പോയിന്റ് നിങ്ങൾക്കൊരു സർപ്രൈസ് അസസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അസസ്മെന്റ് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു ഏറ്റവും മെയിൻ ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്, ഏറ്റവും മെയിൻ ആയിട്ടൊരു സപ്പോർട്ടിംഗ് ആണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങളുടെ മന്ത്ലി ട്രയൽ ബാലൻസ് എടുത്ത് വാറ്റ് റിട്ടേൺ ആയിട്ട് റിക്കൺസൈൽ ചെയ്ത ഒരു വർക്കിംഗ് ആയിട്ട് ഇവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം മന്ത് ബൈ മന്ത്. സോ ദാറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിനിങ്. ഈ ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അവർ ഈ ചോദ്യം ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ലിറ്റിൽ ഹാർഡ് ടു പ്രിപ്പയർ. മറിച്ച് അതായ ക്വാർട്ടറിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ FTA വാറ്റ് ഓഡിറ്റ് ഫയൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ, ഈ റിക്കൺസിലേഷനും ചെയ്ത് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ ഫ്യൂച്ചർ. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. രണ്ടാമത്തേത്, ഇപ്പം എല്ലാവരും വി ഡു ആർ അക്കൗണ്ടിങ് ഇൻ ERP സിസ്റ്റംസ്, വി ഡു ആർ അക്കൗണ്ടിങ് ഇൻ സോഫ്റ്റ്വെയർസ് പൊതുവെ എല്ലാവരും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസിൽ തന്നെ ദർ ആർ ബിൽറ്റ് ഇൻ functionalities or built-in modules for VAT. അപ്പോൾ നമ്മളൊരു ഒരു ട്രാൻസാക്ഷൻ ബുക്ക് ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള വാറ്റ് കോഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ചിലപ്പം നമ്മൾ പെട്ടെന്ന് ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഞാൻ എക്സ്പോർട്ടിൻ്റെ ബില്ല് അടിച്ചിട്ട് വാറ്റ് കോഡ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഔട്ട് ഓഫ് സ്കോപ്പ് ആയിപ്പോവും. അപ്പോൾ പിന്നെ ഞാൻ റിപ്പോർട്ട് ERP ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റോങ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് കിടന്നാൽ ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഫയൽ ചെയ്താൽ അത് അവിടെ തന്നെ തെറ്റി. അപ്പോൾ എൻട്രിയുടെ സമയത്തിൽ തന്നെ ഞാൻ കൃത്യമായിട്ടുള്ള വാറ്റ് കോഡ് ആണോ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി ഇതാണ്. Then of course we have to retain our documents as per VAT laws. നമ്മുടെ എല്ലാം documentation should be maintained for minimum of 5 years from the end of the quarter. If I have to connect it with corporate tax is saying you have to maintain your documentation for at least 7 years from the end of your tax period. VAT-ലോട്ട് വരുമ്പോൾ it is only 5 years from the end of the tax period. For real estate entities plus 2 years ഉണ്ട്, 7 years ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. But all the other general companies will have only 5 years from the year end. But in corporate tax again 7 years ആണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 7 years ആണ് വെച്ചേക്കണം. അതല്ലാതെ നമ്മൾ പറഞ്ഞതുപോലെ റിവേഴ്സ് ചാർജിൻ്റെ ഇംപ്ലിക്കേഷൻ അവർക്കറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ടു പീപ്പിൾ, റീച്ച് ഔട്ട് ടു എക്സ്പെർട്സ്. അവരോട് കൃത്യമായിട്ട് ചോദിക്കുക. ഓർ ഇഫ് നോട്ട്, ഓൾ ദി ഡീറ്റെയിൽ ഇസ് അവൈലബിൾ ഓൺലൈൻ ഇറ്റ്സെൽഫ്. ഗൂഗിളിൽ തപ്പിയാൽ മതി. യു വിൽ ഹാവ് FTA കണ്ടൻസ് ഓർ ഗൈഡ് ലൈൻസ് എക്സ്പ്ലെയിനിങ് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം എങ്ങനെയാണ് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടത്. പുതിയ ERP-കൾക്കെല്ലാം തന്നെ ആ ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്. ഞാനൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ദർ ഇസ് എൻ ഓപ്ഷൻ സെയിങ്, ചില ERP ഹാസ് എൻ ഓപ്ഷൻ ഓൾറെഡി സെയിങ് ഇതൊരു റിവേഴ്സ് ചാർജ് മെക്കാനിസമിൽ ബുക്ക് ചെയ്യണോ, അത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കാം. ദാറ്റ് സിസ്റ്റം വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദ ജോബ് ഫോർ യു. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ദ റെലവൻറ്റ് VAT laws. ഇപ്പം ടൈം ടു ടൈം പുതിയ ഗൈഡ് ലൈൻസ്, പുതിയ പബ്ലിക് ക്ലാരിഫിക്കേഷൻസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അത് ബി വെരി വെരി അപ്ഡേറ്റഡ് വിത്ത് ഇറ്റ്.
ഇപ്പം കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക് വന്നൊരു പബ്ലിക് ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ വി ഹാഡ് ആൻ അമെൻഡഡ് വാറ്റ് ലോ ഓവർ ഹിയർ. അതായത് അതിൻ്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസ് ദേ ഹാഡ് അമെൻഡഡ് ഓർ ആഡഡ് ഓർ മെയ്ഡ് ലിറ്റിൽ ചേഞ്ചസ്. അതിൻ്റെ സമ്മറൈസ്ഡ് ആയ ഒരു പബ്ലിക് ക്ലാരിഫിക്കേഷനും അവർ ഇറക്കിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ ടു റീഡ്. അപ്പോൾ അതെല്ലാം ഡെഫിനറ്റ്ലി ഓൺലൈനിൽ കയറി FTA സൈറ്റിൽ കയറി തപ്പി പിടിച്ചൊന്ന് വായിച്ചിരിക്കണം. ബിക്കോസ് ഇറ്റ് വിൽ ഗിവ് യു സം പോയിന്റ്സ് which might impact your business. Yes. പിന്നെ നമ്മുടെ എക്സ്പേർട്ട് അഡ്വൈസ് ഒന്ന് കാണുക, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ CAJSനെ കോൺടാക്ട് ചെയ്യുക 056-693-6999 ആൻഡ് ഹീൽ ഗൈഡ് യു ത്രൂ ഇറ്റ്. ഓക്കെ. ആൻഡ് എന്തൊക്കെയാണ് ഡോൺസ്? ഇപ്പോൾ ഡൂസ് നമ്മൾ പറഞ്ഞു, വാട്ട് ആർ ദ ഡോൺസ് വാറ്റ് ഹെൽത്തിൽ? Sure. That indeed is a great point. എന്തൊക്കെയാണ് കോമൺ ഇഷ്യൂസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഇനി വാട്ട് നോട്ട് ടു ഡു ഇസ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ ഓവർ ഹിയർ ഇൻ ഡേറ്റ്. ഫസ്റ്റ് തിങ് ഡോണ്ട് ഡു ഇസ് do not take your personal expenses into the business. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് probably the third time we are saying this is. Yes, ഇന്നത്തെ എപ്പിസോഡിൽ 3-4 വട്ടം പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിയിൽ ബുക്ക് ചെയ്യരുത്. ചെയ്യുവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വാറ്റ് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി പുട്ട് ഔട്ട് ഇൻ ദി വാറ്റ് ലോ. ഓൺലി ബിസിനസ് റിലേറ്റഡ് ഐറ്റംസ് ആൻഡ് വാലിഡ് ബിസിനസ് റിലേറ്റഡ് ഐറ്റംസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻപുട്ട് ക്ലെയിംസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കാം. Definitely do not delay your VAT filings or VAT payment. VAT filing delay ചെയ്താൽ തന്നെ automatically system will give us a penalty. Oh my goodness. ആദ്യത്തെ ഒഫൻസിന് they will charge us 1,000 dirhams. Repeated offense ആണെന്നുണ്ടെങ്കിൽ 2,000 dirhams per offense സിസ്റ്റം തന്നെ അലോക്കേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അടുത്തത് ഇസ് ഡെഫിനറ്റ്ലി ഡു നോട്ട് ഇഷ്യൂ എനി ഇൻകംപ്ലീറ്റ് ടാക്സ് ഇൻവോയ്സസ്. നമ്മളിപ്പം പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് മിസ്റ്ററി ഷോപ്പിങ്ങിന് കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ഏരിയ സൈഡിലാവാം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ വെൽ എസ്റ്റാബ്ലിഷ് ഷോപ്പ് ഇറ്റ് സെൽഫ്. ഷോപ്പിലോട്ട് കയറി എന്തെങ്കിലും സാധനം വാങ്ങിച്ച് നമ്മൾ ഇൻവോയ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഇൻവോയ്സിന്റെ റിക്വയർമെന്റ്സ് നമ്മുടെ FTA റിക്വയർമെന്റ്സ് ആയിട്ടാണോ ഇൻവോയ്സിലുള്ള ഐറ്റംസ് കാണിച്ച് ഇരിക്കുന്നത്, അതിൽ എന്തെങ്കിലും മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ അവർ പെനൽറ്റി ഇഷ്യൂ ചെയ്ത് നിങ്ങളെ വിടും. അപ്പോൾ ഡെഫിനറ്റ്ലി ഡു നോട്ട് ഇഷ്യൂ ഇൻകംപ്ലീറ്റ് ടാക്സ് ഇൻവോയ്സ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കണം. ദാറ്റ് ഈസ് ഇൻ കംപ്ലൈൻറ്റ് വിത്ത് FTA റിക്വയർമെന്റ്സ്. പ്രോപ്പർ ഹെഡർ, പ്രോപ്പർ TRN നമ്പർ, ഡേറ്റ് മെൻഷൻ ചെയ്യുക, കൃത്യമായിട്ട് ഇൻവോയ്സ് നമ്പർ, സീക്വൻഷ്യൽ ഇൻവോയ്സ് നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓരോ ഐറ്റമിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, റേറ്റ്, ടാക്സ് ട്രീറ്റ്മെൻറ്റ്, subtotal, total of VAT at the bottom, mentioning amount in words, and making sure that the invoice is in AED is also a very important point that you should know. From chale companies, definitely they deal with foreign parties. അപ്പോൾ ഡോളറിലായിരിക്കാം ബില്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഡോളർ മെൻഷൻ ചെയ്യാം, ബട്ട് മേക്ക് ഷുവർ താഴെ തന്നെ AEDയുടെ എമൗണ്ടും AEDയുടെ ഫിഗേഴ്സും മെൻഷൻ ചെയ്തിരിക്കണം. There should be AED values over there. And definitely one major point that people have to be aware of is do not assume VAT does not apply to free zones. ഇപ്പോഴും ഒരു മിസ്കൺസെപ്ഷൻ ഓടുന്നത് എന്ന് വെച്ചാൽ ഫ്രീ സോൺസിന് VAT ആപ്ലിക്കബിൾ അല്ല എന്ന്. അത് തീർച്ചയായും തെറ്റാണ്. ഡെഫിനറ്റ്ലി VAT is applicable to free zone entities. The only special treatment കൊടുത്തിരിക്കുന്നത് is for designated zones. Designated zones is nothing but free zones with a special treatment or customs fencing എന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് പറയാം. അപ്പോൾ ഒരു ഫ്രീ സോൺ ടു ഫ്രീ സോൺ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ മിക്കവാറും അത് സ്റ്റാൻഡേർഡ് റേറ്റഡ് 5% VAT തന്നെ ആപ്ലിക്കബിൾ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. മറിച്ച് ഞാൻ ഡെസിഗ്നേറ്റഡ് സോൺ ആയിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ ദ സ്റ്റോറി ക്യാൻ ബി ഡിഫറെൻറ്റ്. അവിടെ ചിലപ്പം 0 ആവാം, 5% ആവാം, ഡിപ്പെൻഡ്സ് ഓൺ ദി കേസ് ടു കേസ് ഓവർ ദർ. സോ all free zones are not VAT free. Definitely VAT is applicable. മറിച്ച് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഇസ് അവൈലബിൾ ഫോർ ഡെസിഗ്നേറ്റഡ് സോൺസ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ഒന്ന് ഓർത്തിരിക്കണം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇസ് ഡു നോട്ട് ഇഗ്നോർ FTA's important announcements. ടൈം ടു ടൈം ദേ ആർ ഗിവിംഗ് അനൗൺസ്മെന്റ്സ്. ടൈം ടു ടൈം നമ്മൾ പറയുന്ന പോലെ പബ്ലിക് ക്ലാരിഫിക്കേഷൻസും നോട്ടിഫിക്കേഷൻസും അവരുടെ പോർട്ടൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും LinkedIn ആയിരിക്കാം, Instagram ആയിരിക്കാം, they are issuing latest updates, latest notifications or clarifications through that. അപ്പോൾ അത് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഡു നോട്ട് ഇഗ്നോർ, സ്റ്റേ അപ്ഡേറ്റഡ്. ഓക്കെ. ആൻഡ് എന്തെങ്കിലും ഒരു കേസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാവൂ? വേർ ഒരു എന്താ പറയുക, ഒരു ഹെൽത്ത് ചെക്ക് കാരണം ഒരു ബിസിനസ് സേവ് ആയ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്?
ഓഫ് കോഴ്സ് കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്, ബട്ട് ദർ ഇസ് വൺ കേസ് ദാറ്റ് ഐ ക്യാൻ സേ നൗ. ഇപ്പം ഒരു എൻറ്റിറ്റിക്ക് നമ്മൾ വാറ്റ് ഹെൽത്ത് ചെക്ക് എന്നൊരു സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ വി ആർ ചെക്കിങ് അവരുടെ ഓവറോൾ കംപ്ലയൻസ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. അവർ ഇതുവരെ ഫയൽ ചെയ്ത വാറ്റ് റിട്ടേൺസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്തൊക്കെയാണ് ഫയൽ ചെയ്തതെന്ന് നോക്കി, എന്നിട്ട് അവരുടെ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗണും ചോദിച്ചെടുത്തു. ആദ്യത്തെ ഒരു തെറ്റ് അവർ ചെയ്തത് ആ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ അവർ മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പോൾ ഇറ്റ് വാസ് എ ലിറ്റിൽ പെയിൻഫുൾ. അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഓരോന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് സിസ്റ്റം പ്രകാരമുള്ള ഡേറ്റയും അവരുടെ വാറ്റ് റിട്ടേൺ പ്രകാരമുള്ള ഡേറ്റയും കറക്റ്റ് ആണ് ആദ്യം നോക്കി. സെക്കൻഡ് തിങ് ഇസ് വി ലുക്ക്ഡ് ഇൻ ടു വെദർ അവർ വാറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി. ദാറ്റ് ഇസ് വെൻ വി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇവർ ഒരു റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ എൻറ്റിറ്റിക്ക് കൂടുതൽ എക്സ്പോർട്ടും കൂടുതൽ ഔട്ട് ഓഫ് സ്കോപ്പ് സെയിൽസ് ആയിരുന്നു. അപ്പോൾ ഇവർ റീഫണ്ടിന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും FTA ഒരു ക്വയറി ഇങ്ങോട്ടേക്ക് ചോദിച്ചു. അവർ പറഞ്ഞു ടോപ്പ് 5 ഇൻവോയ്സസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇൻവോയ്സസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും FTA പറഞ്ഞു ഇത് സീറോ റേറ്റഡ് ഇൻവോയ്സ് അല്ല, ഇത് ഔട്ട് ഓഫ് സ്കോപ്പ് ഇൻവോയ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് ഇഷ്യൂ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ദി ക്ലയന്റ് ഹാഡ് ടു പ്ലീഡ് FTA ഓഫീസർ സെയിങ് ദാറ്റ് അവരറിയാതെ സീറോ റേറ്റഡ് ഉള്ള സാധനം ഔട്ട് ഓഫ് സ്കോപ്പ് ഇട്ടു. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ടേ റീഫണ്ട് അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. ദേ ടോൾഡ് ഇപ്രാവശ്യത്തേന് അവർ എക്സ്ക്യൂസ് ചെയ്യുന്നുണ്ട്, അടുത്ത വട്ടം ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ നോട്ട് അലോ ഇറ്റ്. ഒരു ലെറ്ററും ഒരു അപ്പോളജി ലെറ്ററും എഴുതിപ്പിച്ച് അയച്ചിട്ടുണ്ട്. അതൊരു ചടുപ്പ് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസസ് വി definitely come across. All right. It was lovely. ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ആൻഡ് ടൈം അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല. ബട്ട് ബിഫോർ വി വൈൻഡ് അപ്പ്, is there any golden tip that you would like to give to our viewers? Golden tip, as always, will be stay informed, stay compliant എന്നൊരു ഗോൾഡൻ ടിപ്പ് ഞാൻ തരുള്ളൂ. കാരണം if you are aware, everything else will be perfect for you, or everything else will be easy for you to stay in compliance. All right. And അതിന് പുറമേ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ ഓൺടർപ്രണേഴ്സ് ഒക്കെ ചെറിയ ബിസിനസ് ആട്ടെ, മീഡിയം ആട്ടെ, വലിയ ബിസിനസ് ആട്ടെ, ഇഫ് യു നീഡ് എക്സ്പേർട്സ് അഡ്വൈസ് ദെൻ ഡെഫിനറ്റ്ലി ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കോൺടാക്ട് ചെയ്യുക. ദേ വിൽ ബി ദെയർ ടു ഗൈഡ് യു. ദെയർ സർവീസസ് ഇസ് അവൈലബിൾ. അല്ലെങ്കിൽ CA ജേസൺ മണ്ഡപത്തിനെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം ഓൺ ഹിസ് നമ്പർ 056-693-6999. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീച്ച് ഔട്ട് ടു ദം. താങ്ക് യു സോ മച്ച് CA ജേസൺ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് കാണാം. Thank you so much. Thank you so much for watching, everyone. Take care. God bless you all.